ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ മിസ്റ്റേക്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഹെയർ കെയർ നമുക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ മിസ്റ്റേക്സൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇതിൻ്റെ പകരം എങ്ങനെയാണ് ഹെയർ കെയർ ചെയ്യുക, അതിൻ്റെ ഒരു ആരോഗ്യം എങ്ങനെ നിലനിർത്താവുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് പറയാനുള്ളത്, ഹെയർ വാഷ് ചെയ്യുമ്പോൾ മൈൽഡായിട്ടുള്ള ഒരു ഷാംപൂ, അതായത് നിങ്ങളുടെ ഹെയർ ടൈപ്പിന് അനുസരിച്ചിട്ട് വേണം ഷാംപൂസ് എടുക്കാനായിട്ട്. ഇപ്പോൾ ഹെയർ ടൈപ്സ് എന്ന് പറയുമ്പോൾ നോർമൽ ഹെയർ ഉണ്ട്, ഡ്രൈ ഹെയർ ഉണ്ട്, പിന്നെ ഓയിലി ഹെയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ സെമി ഡ്രൈ, സെമി ഓയിലി, അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഹെയർ ടൈപ്പും ഉണ്ട്. ഓക്കെ, കോമ്പിനേഷനായിട്ട് സ്കിന്നുള്ളവർക്കും അങ്ങനത്തത് പറഞ്ഞ് ഡ്രൈ സ്കാൽപ്പ് ഉണ്ടാവും. പറഞ്ഞ ഹെയർ ഓയിലെന്ന് പറയുമ്പോൾ ഓയിൽ ചെയ്തപ്പോൾ ഓയിൽ നിലനിൽക്കുന്ന ഒരു ഹെയറാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്ന് പറയാനുള്ളത്, ഡ്രൈ സ്കാൽപ്പിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഡ്രൈ ഹെയറിന് വേണ്ടിയിട്ടുള്ള ഷാംപൂ ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ മുടിയുടെ അനുസരിച്ചിട്ട് വേണം നമുക്ക് തിരഞ്ഞെടുക്കാൻ. പിന്നെ മുടിയുടെ പ്രശ്നങ്ങളും ചിലത്, ഓക്കെ, അതായത് ഹെയർ ഫോൾ ആവാം, ഡാൻഡ്രഫ് ആവാം, നല്ല ഒരു മെഡിക്കേറ്റഡ് ഷാംപൂ, അതായത് ആയുർവേദിക് ഷോപ്പിൽ ഇല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിലൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഷാംപൂസൊക്കെ, മെഡിക്കേറ്റഡ് ഷാംപൂസ് ചോദിച്ചാൽ കിട്ടും ഫാർമസിയിൽ. അപ്പോൾ അങ്ങനത്തത് മൈൽഡായിട്ടുള്ള ഷാംപൂസ് വേണം ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഹെയർ കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഇൻടേക്കാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പുറമെ ഞങ്ങൾക്ക് ഔട്ട്സൈഡായിട്ട് ഇങ്ങനെ നമുക്ക് ഡെയിലി നമ്മൾ ചെയ്യുന്നത്, ഡെയിലി ലൈഫിൽ റുട്ടീൻ ഒന്ന് ഫോളോ ചെയ്യുമ്പോഴാണ് മിസ്റ്റേക്സ് വരുന്നത്, അല്ലേ? അപ്പോൾ ഷാംപൂവും ഉപയോഗിച്ചാൽ തന്നെ കണ്ടീഷണറും ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ റൈസ് വാട്ടർ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ കണ്ടീഷണർ നല്ലത് നോക്കി തിരഞ്ഞെടുക്കുക, നിങ്ങളുടെ മുടിയുടെ ടൈപ്പ് അനുസരിച്ചിട്ട്. ഓക്കെ, ചിലവർക്ക് കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒന്നും മാച്ച് ആവാറില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ ഹെയർ ടൈപ്പ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് നല്ലൊരു ഷാംപൂ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. പിന്നെ മൈൽഡായിട്ടുള്ളത് ഉപയോഗിക്കാവൂ. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്തതായി പറയാനുള്ളത്, ഹെയർ വാഷ് കഴിഞ്ഞിട്ട് മുടി ഉണക്കുമ്പോഴാണ് മിസ്റ്റേക്സ് വരുന്നത്. ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നവർ ഒരുപാട് ഹൈ ആയിട്ട് സ്പീഡായിട്ട് ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ബ്രേക്കേജ് ഉണ്ടാകുന്നതും, പിന്നെ സ്പ്ലിറ്റ് എൻഡ്സ്, ഡാൻഡ്രഫൊക്കെ അധികമാവാറുണ്ട്. അത് സ്വെറ്റും ഒരു കാരണമാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ചൂട് കൊള്ളുമ്പോൾ എന്താവുന്നുണ്ടെന്ന് വെച്ചാൽ സ്കാൽപ്പ് ഇറിറ്റേഷൻ ആവും. അതായത് സ്കാൽപ്പിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലെ ആ ചൂട് തട്ടിയിട്ട് നിൽക്കാത്ത മാതിരി ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കാൻ ഒരു ടെംപ്ടേഷൻ തോന്നും ഞങ്ങൾക്കുള്ളിൽ. അപ്പോൾ ഈ ഒരു ഹെയർ ഡ്രയർ ഒന്ന് യൂസ് ചെയ്യുമ്പോൾ മിനിമം ചൂട്, കുറച്ച് ചൂട് മാത്രം വരുന്നത് പോലെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക ആ ഒരു ഹെയർ ഡ്രയറിൻ്റെ. പിന്നെ കുറച്ച് ദൂരെ വെച്ചിട്ട് വേണം നമുക്ക് മുടി ഉണക്കി എടുക്കാനായിട്ട്. എല്ലാവർക്കും എയർ ഡ്രൈ ചെയ്യാനാവില്ല. അതായത് കോളേജ് സ്റ്റുഡൻസ് ഉണ്ടാവും, പിന്നെ സ്കൂൾ പോകുന്ന സ്റ്റുഡൻസ്, പിന്നെ ടീച്ചർമാരുണ്ടാവും, വർക്കിംഗ് വുമൻ, ഓഫീസിലൊക്കെ
ജോലി ചെയ്യുന്നവരുണ്ടാവും. കമ്പ്യൂട്ടറുടെ മുമ്പിൽ, ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ മണിക്കൂറോളം പണി എടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഓക്കെ, ആ ഒരു ലൈഫ് സ്റ്റൈൽ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട്. ഇവർക്കൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മിനിമം ഒരു ഹെയർ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ മിനിമം ചൂടൊക്കെ ഒന്ന് നോക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് ദൂരെ നിന്ന് ചൂട് കൊള്ളണ പോലെ ഉണക്കിയെടുക്കുന്നതാണ്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ, മുടിയിൽ തോർത്ത് ഉപയോഗിക്കുമ്പോൾ ജസ്റ്റ് ആ വെള്ളം മെല്ലെ ഇങ്ങനെ മുടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് അമർത്തി ഇങ്ങനെ മെല്ലെ പിഴിഞ്ഞെടുക്കേണ്ടതാണ്. ഓക്കെ, പിഴിഞ്ഞെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ റൗണ്ടായിട്ട് കെട്ടുക. തീരെ ടൈറ്റായിട്ടൊന്നും കെട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഒരുപാട് സ്കാൽപ്പിൻ്റെ മേലെ ഒരുപാട് പ്രഷർ വീഴുന്നതാണ്. അപ്പോൾ അതിലൂടെ ഇവിടെ റൂട്ട്സ് ഇവിടെ ഇളകി വരുന്നതും പിന്നെ നമുക്കിങ്ങനെ ഉണക്കിയെടുക്കുമ്പോഴും ആ ഒരു മുടി പറഞ്ഞ് വരുന്നതുണ്ട്. ഓക്കെ, ആ ഒരു ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തതായി പറയാൻ, അടുത്ത പ്രാവശ്യം, അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും ഹെയർ വാഷ് ചെയ്യുമ്പോൾ തോർത്തൊന്നും മുടി ഉണക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, മെല്ലെ മെല്ലെ അത് പിഴിഞ്ഞ് കളയുക. പിന്നെ ഡ്രൈ ഒരു ടവലിൽ ചുറ്റി വെച്ചിട്ട് പിന്നെ പതുക്കെ അമർത്തിയിട്ട് മെല്ലെ ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ട് വരിക. ഓക്കെ, അപ്പോൾ പാതി സെമി ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ജസ്റ്റ് മസാജ് ചെയ്യണ പോലെ ഇങ്ങനെ തല തോർത്തി കൊടുത്താൽ മതി. അപ്പോൾ കാറ്റ് കൊണ്ട് തന്നെ അത് ഡ്രൈനെസ് ആവും, സ്കാൽപ്പിലത്തെ എല്ലാ വെള്ളം പോയി കളയുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറയാൻ, വെറ്റ് ഹെയറിൽ തന്നെ ഹെയർ സിറമും ഹെയർ ഓയിലും ഉപയോഗിക്കാണ്ടിരിക്കുക. ഇതിലൂടെ ഫോർ ലോങ് ടൈമായിട്ട് ഉപയോഗിക്കുമ്പോൾ സ്പ്ലിറ്റ് എൻഡ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഡാൻഡ്രഫ് അധികമാവും. പിന്നെ ഇച്ചിനെസ്, സ്കാൽപ്പിൽ വല്ലാത്ത ചൊറിച്ചിലുണ്ടാവും, ബോയിൽസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ സ്വെറ്റും അധികമാകുന്നതാണ്. ഈർപ്പം ഇരുന്ന് തലയിൽ സ്വെറ്റും മിക്സായതിലൂടെ സ്വെറ്റാകുന്നതാണ്. ഓക്കെ, അപ്പോൾ സെമി ഡ്രൈ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുടിയുടെ പ്രശ്നത്തിൻ്റെ അനുസരിച്ചിട്ട് കുറച്ചൊക്കെ ഹെയർ സിറം, ഒരു 2-3 ഡ്രോപ്പ് അത്ര ഹെയർ സിറം ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ കാസ്റ്റർ ഓയിലോ ചെറുതായി ചൂടാക്കിയിട്ട് സ്കാൽപ്പിൽ കുറച്ച് മുടി ഒതുങ്ങുന്നത് പോലെ അപ്ലൈ ചെയ്തിട്ട് എൻഡ്സിന് നന്നായി തടവി കൊടുക്കുക. പിന്നെ ഈ കാസ്റ്റർ ഓയിൽ റെഗുലറായി യൂസ് ചെയ്യുന്നതിലൂടെ തന്നെ താരനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇത് വളരെയേറെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഓയിലാണ്. ഓക്കെ, തിക്നെസ് ഉണ്ട്, പക്ഷേ എപ്പോഴും ചൂടാക്കിയിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. പിന്നെ അടുത്തതായി പറയാനുള്ളത് ഹെയർ ആക്സസറീസാണ്. അപ്പോൾ നമുക്ക് ഹെയറൊക്കെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് മുടിയൊക്കെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ പിൻസ് ഇല്ലെങ്കിൽ ഹെയർ ക്ലിപ്സ്, ഓക്കെ, ഇപ്പോൾ ഹെയർ പിൻസ് ഉപയോഗിക്കുമ്പോൾ എവിടെ ഇങ്ങനെ എണീറ്റിട്ടുണ്ടോ മെല്ലെ ഇങ്ങനെ ഒതുക്കി ഇവിടെ മെല്ലെ പതുക്കെ വേണം ഒന്ന് ഹെയർ പിന്ന് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ഹെയർ പിന്നെന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുക്കുക. ഓക്കെ, ഇങ്ങനെ പതുക്കെ മുടി ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ ഇട്ടാൽ മതി. അത് ഫുൾ ഡേ അങ്ങനെ ഒതുങ്ങിയിരിക്കും. അപ്പോൾ അർത്ഥമില്ലാണ്ട് ഇങ്ങനെ മുടി ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക, ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ കുത്തി
ആക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ പ്രഷർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ചെറിയ മുടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനത്തെ ഹെയർ പിന്നൊക്കെ ചിലവർക്ക് യൂസ് ആവില്ല, പക്ഷേ ഇത് പിൻ ചെയ്യേണ്ട ഒരു രീതിയും ഉണ്ട്. ഇങ്ങനെ പ്രസ് ചെയ്യാൻ പാടുള്ളതല്ല. ഏതൊക്കെ പഴയ സ്മോൾ ബേബി ഹെയർ ആയാലും നമുക്ക് ഒതുക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഇങ്ങനെ ഒരു വിരലിൽ പിടിച്ചിട്ട് വേണം നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മിററിൽ നമുക്ക് മുടിയൊക്കെ ചീന്തുമ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് ജസ്റ്റ് മെല്ലെ ഇങ്ങനെ അമർത്തുക. ഇങ്ങനെ അമർത്തുമ്പോൾ ഇങ്ങനെ ഒരു ലുക്ക് അല്ലേ, എല്ലാ ബേബി ഹെയർസും ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായി പറയാൻ ഉള്ളത് നിങ്ങൾക്ക് ഈ ഒരു ബേബി ഹെയർ പിന്നും ഉപയോഗിക്കാം. ചിലർക്ക് ഈ ക്ലിപ്പ് സെറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇങ്ങനെ ഹെയർ പിൻ എടുക്കുക. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എവിടൊക്കെയാണ് ഉള്ളത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ ജസ്റ്റ് ഇങ്ങനെ എടുക്കുക, അതൊന്ന് ഒതുക്കുക ഒരു 2-3 മിനിറ്റ്സ്. പിന്നെ ജസ്റ്റ് ഇങ്ങനെ സൈഡ് ഹെയർ പിൻ ആയിട്ടുണ്ട്. ഞാൻ വലിയ ഹെയർ പിന്നും ഇങ്ങനത്തെ ഒരു ക്ലിപ്പും ഒക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ജോലിക്ക് പോകുമ്പോഴും ഇല്ലെങ്കിൽ സ്കൂൾ ടീച്ചേഴ്സായാലും ആരായാലും ഇങ്ങനത്തെ ഒരു ഹാക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഒരുപാടൊന്നും പ്രഷർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ജസ്റ്റ് അമർത്തി ജസ്റ്റ് ഇങ്ങനെ ഇടുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഫുൾ ഡേ നമുക്ക് ഫ്രീ ആയിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ആക്സസറീസ് നിങ്ങളുടെ ഹെയറിനെ ഒന്ന് ഒതുക്കുന്നതല്ലേ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ലോങ് ഹെയർ ആയാലും കുറച്ച് ഷോർട്ടായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഹെയർ ആക്സസറീസ് വെച്ചിട്ട് നമുക്ക് മുടി കെയർ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ മിസ്റ്റേക്ക് എന്ന് പറയാനുള്ളത് ഇങ്ങനെ ഹെവി ക്ലിപ്സ് ഒന്നും ഉപയോഗിക്കാണ്ടിരിക്കുക. ഓക്കെ, ഒരുപാട് ഇങ്ങനെ ഓക്കെ ജസ്റ്റ് ഇങ്ങനെ അത് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കാം. പക്ഷേ ഒരുപാടൊന്നും ഹെവിനെസ് തോന്നരുത്. ചില ക്ലിപ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് തലവേദന വരുന്ന ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് ക്ലിപ്സ് ഉപയോഗിക്കുക. അതായത് ഇങ്ങനെ ബേബി ക്ലിപ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ അത് ഉപയോഗിക്കുക. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനത്തെ ക്ലിപ്സും ഉപയോഗിക്കാവുന്നതാണ്. ഫ്രീ ആയിട്ട് മുടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് പറയാനായിട്ടുള്ളത് കൂമ്പിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചിക്ക് എടുക്കാൻ മുടിയുടെ എല്ലാ ഉടക്കുകളൊക്കെ മാറ്റാൻ ഇങ്ങനത്തത് ഉപയോഗിക്കാം. ഈ സൈഡിൽ നിന്ന് താഴേന്ന് ചീന്തിക്കൊണ്ടാണ് വരേണ്ടത്. പിന്നെ മുടി ചീവുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് സ്കാൽപ്പിൽ ഇറിറ്റേഷൻ ആവുന്നുണ്ട്. ഓക്കെ, മെല്ലെ ചീന്തി കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചീവി കൊടുക്കുക, ഇങ്ങനെ ജസ്റ്റ്. ഓക്കെ, ഇങ്ങനെ. പിന്നെ അടുത്തതായി പറയാനായിട്ടുള്ളത്
ഇങ്ങനത്തെ ചീർപ്പും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഏത് ചീർപ്പ് ഉപയോഗിച്ചാലും ഇങ്ങനെ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സ്കാൽപ്പിലൊന്നും ഒരുപാട് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം പ്രസ് ചെയ്യുന്നതിലൂടെ സ്കാൽപ്പിലത്തെ ഒരു സ്കിന്ന് അത് ഡിസ്റ്റർബ് ആവും. ഓക്കെ, അപ്പോൾ ഓയിൽ, അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഒരു അതിൻ്റെ ഒരു ബോഡിയുടെ ഫങ്ഷൻ നടക്കുന്നുണ്ടാവും. അത് ഡിസ്റ്റർബ് ചെയ്യുന്നത് പോലെയാണ് അത് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഹെയർ കെയർ ചെയ്യുമ്പോൾ എപ്പോഴും ഓയിൽ ചെറുതായിട്ട് ചൂടാക്കി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്കാൽപ്പും ഹെയറൊക്കെ നല്ലതായിട്ട് ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറയാനായിട്ടുള്ളത് ചീർപ്പും തലേണ കവർ, ടവല്, പിന്നെ നിങ്ങൾ ഉടുത്ത ഒരു ഡ്രസ്സ്, അതായത് ടോപ്പ് ആവാം, അതായത് ഹെയർ ഡൈ ചെയ്യുന്ന ടോപ്പ്, ഇതൊക്കെ സെപ്പറേറ്റായിട്ട് വാഷ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പം ഹെയർ ഡൈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇനിയൊന്ന് മാർക്കറ്റിലിപ്പോൾ കിട്ടുന്നുണ്ട്. അതായത് ജസ്റ്റ് ഗ്രേ ഹെയറൊക്കെ മറയ്ക്കാൻ വേണ്ടി പൗഡർ പോലത്തെ ഒരു ഹെയർ ഡൈ ഉണ്ട്. പിന്നെ കെമിക്കലായിട്ടുള്ള ഹെയർ ഡൈസും വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ മുടി ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ആയുർവേദിക്കായിട്ട് തന്നെ ഹെർബൽ ഇൻഗ്രീഡിയൻസ് ഉള്ള ഹെയർ ഡൈ തന്നെ തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറയാനായിട്ടുള്ളത് ഹെന പൗഡർ, പിന്നെ ഭൃംഗരാജ് പൗഡർ, കറി ലീഫ് പൗഡർ, ഇങ്ങനെ പല പൗഡർ, പിന്നെ ഇൻഡിഗോ ഹെയർ പൗഡർ, ഇതൊക്കെ കലക്കിയിട്ട് വേണമെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിലൂടെ ഹെയർ ഗ്രോത്തും ഉണ്ടാവും, ഗ്രേ ഹെയർക്കൊക്കെ കവറേജും കിട്ടുന്നതാണ്. പിന്നെ ഡബിൾ ബെനിഫിറ്റാണ്. പിന്നെ ഇതിൽ നല്ല ഹെർബൽ ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള മുടി തരാനും ഇത് സഹായിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ, എൻ്റെ വീഡിയോസിൽ പറയുന്നത് പോലെ തന്നെ നന്നായി വെള്ളം കുടിക്കുക, വെജിറ്റബിളൊക്കെ നന്നായി കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, പിന്നെ പ്രോട്ടീനായിട്ടുള്ള ഒരു ഫുഡ് ഇൻടേക്കായിട്ട് ഉണ്ടാവണം. ഓക്കെ, വിറ്റമിൻ സി ഇങ്ങനെയൊക്കെ ഉള്ളത് നന്നായിട്ട് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്യുമ്പോൾ ഇൻടേക്കും പിന്നെ പുറത്തുനിന്ന് ഞങ്ങൾക്ക് കെയർ എടുക്കുമ്പോഴും ഞങ്ങളുടെ മുടിയുടെ ആരോഗ്യവും നന്നായിരിക്കും. പിന്നെ മിസ്റ്റേക്സും അവോയ്ഡ് ചെയ്യുന്നത് പോലെ അത് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. പിന്നെ ഇനിയൊന്ന് പറയാനായിട്ടുള്ളത്, എല്ലാവരും ഇത് കമ്മ്യൂണിറ്റി ടാബ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ ആയിട്ട് എന്തായിട്ടാണ് വരേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് വേണോ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ്സിലൂടെ അറിയിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.